സാറേ, ഇപ്പൊ തന്നെ ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക. ഇവരിങ്ങനെ തുടങ്ങിയ മാനം പോന്ന് നമുക്കാ. പോലീസ് വന്നാ കൂടുതൽ നാണക്കേടാകത്തേ ഉള്ളൂ. ഒന്നുമില്ല, പോലീസ് വരട്ടെ, അപ്പൊ സത്യാവസ്ഥ അറിയാലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോധം വീണ മീര പറയും എന്തോ സംഭവിച്ചെന്ന്. അത് എത്ര പേര് അറിയും? വൃത്തികെട്ട വാർത്തകൾ ലോകം മുഴുവൻ അറിയും. പക്ഷെ അതിന്റെ സത്യാവസ്ഥ അറിയാൻ ആരും മെനക്കെടാറില്ല. എനിക്കറിയാം, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവർക്ക് വഴങ്ങുന്ന പ്രശ്നമില്ല. അവിടെ സിറ്റിയിലെ പോലെ അല്ല ഈ ഗ്രാമത്തിലുള്ളവര്. അവരിതിനൊരു തീരുമാനമാകാതെ വിട്ടുപോവില്ല. ന്യൂസ് കണ്ടിട്ട് വേറെയും പത്രക്കാരെത്തും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. സാറേ, പോലീസുകാർ വന്നാലും നാട്ടുകാരെ പിരിച്ചുവിടാൻ അവരിത് തന്നെ പറയും. ആര് പറഞ്ഞാലും എന്നെ കൊണ്ട് താലി കെട്ടിക്കാന്ന് വിചാരിക്കണ്ട. സാറേ, വിവാഹം നിശ്ചയിച്ചിരിക്കുകയല്ലേ സാർ? ഒരു ചടങ്ങിന് അത് ചെയ്താ നമ്മളിപ്പോ ഇവിടുന്ന് രക്ഷപ്പെടും. വെറുതെ വാശി പിടിച്ച് നാട് മുഴുവൻ അറിയണോ? എനിക്ക് സൗകര്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ രാമമാനരെ, സാറിന് വാശിയാണോ? നമുക്ക് എല്ലാവർക്കും കൂടെ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോ സിറ്റുവേഷൻ ഒരു ചേഞ്ചും ഉണ്ടാവും. അടുത്ത സീൻ പോലീസ് സ്റ്റേഷനിൽ. അച്ചായ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടാവുമ്പോ സദ്യ എവിടെ വെച്ചായിരിക്കും അച്ചായ? 5 മൈൽ ഷാപ്പിൽ വെച്ച്. ചെലവ് എന്റെ മാനേജ് സാറേ, ഞങ്ങളെ പറഞ്ഞങ്ങ് മണ്ടന്മാരാക്കാന്ന് വിചാരിക്കണ്ട. ഇതിപ്പോ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ. കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പെണ്ണല്ലേ, പിന്നെ ഇയാൾക്ക് എന്താ താലി കെട്ടുന്നതിന് മടി? അതെ, ചാറന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്ന? നോക്കി നിൽക്കാതെ താലി കെട്ടോ. അതാ ഇയാളുടെ തടിക്ക് നല്ലത്. 2 എണ്ണം പൊട്ടിക്കച്ചായ, അപ്പൊ അവന്റെ ബലം പിടുത്തം മാറി കിട്ടും. ഇയാളെ ഒന്നും ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അതെ അതെ, താലി കെട്ടോ. താലി കെട്ടോ. താലി കെട്ടാനല്ലേ പറഞ്ഞത്? താലി കെട്ടാൻ മര്യാദക്ക് താലി കെട്ടോ. നന്ദു സാർ, ഇത് വലിയ വിഷയമാവും. കയ്യാങ്കളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഊരാൻ നോക്ക്. രാമമാനരെ, ഞാനൊന്ന് ഫോൺ ചെയ്താലേ തോട്ടം തൊഴിലാളികൾ മുഴുവൻ ഇവിടെ എത്തും. നമുക്ക് ഇവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാം, അതാ നല്ലത്. എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോണത്? നമുക്ക് ഇവിടെ വെച്ച് തന്നെ തീർക്കാം. മര്യാദക്ക് താലി കെട്ടാനാ പറഞ്ഞത്. താലി കെട്ട് കെട്ടോ. അതെ, കെട്ടാൻ പോകുന്ന പെണ്ണ് തന്നെയാണല്ലോ. പിന്നെ എന്തിനാ സാറേ ഇത്ര വലിയ ബുദ്ധിമുട്ട്? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാരും കൂടി ആ പെൺകുട്ടിയെ വിളിച്ചു. ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട്. അവളെ ഇറക്കരുത്. ഇത് എന്തേ കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ബഹളം ഉണ്ടാക്കല്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഇവളുടെ കഴുത്ത് താലി കെട്ടാതെ നീ ഇവിടെ നിന്ന് പോവില്ല. മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ, ഇല്ലെങ്കിലേ തടി കേടാവും. എന്നെ തൊട്ടാ താൻ വിവരം അറിയും. വരട്ടാതെ പോണോ? കേട്ടോ കേട്ടോ താലി അടങ്ങ്. നീ എന്താ കളിക്കാണോ? ഹൈ റേഞ്ചിലും മലയോട് മല്ലടിക്കുന്ന തൊഴിലാളികളെ അവര്. ഇവരോട് മുട്ടിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. എല്ലാരും കൂടി കയറി അങ്ങ് മേഞ്ഞാലുണ്ടല്ലോ, നിന്റെ ജീവൻ ബാക്കി ഉണ്ടാവില്ല. കേട്ടോടാ താലി, കേട്ടാ കെട്ടടാ അങ്ങോട്ട്. താലി വാങ്ങിക്കോ അങ്ങോട്ട്. ബലം പിടി. താലി വാങ്ങിക്കേ. താലി കെട്ടങ്ങോട്ട്. താലി കെട്ടങ്ങോട്ട്. എടാ താലി കെട്ടാ. ബഹളം വെക്കല്ലേ, ബഹളം വെക്കല്ലേ. അപ്പോ നമ്മുടെ എസ്റ്റേറ്റ് ഉടമ നന്ദ സാറും ബലരാമൻ സാറിന്റെ മകളുമായിട്ടുള്ള വിവാഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ വെച്ച് നടത്തുകയാണ്. എല്ലാവരും ഈ നവദമ്പതികളെ അനുഗ്രഹിക്കണം. ആ ദാ ഐശ്വര്യമായിട്ട് അങ്ങ് കെട്ടിക്കോ. എനിക്ക് സൗകര്യമില്ല. തന്നോടാ പറഞ്ഞത് താലി പിടിക്കാൻ. താലി കെട്ടോ. രാമമാനരെ, താലി അങ്ങോട്ട്. താലി കെട്ടാൻ പറ. കെട്ടോ. കെട്ടോടാ താലി, കെട്ടടോ. കിട്ടുന്നത് നല്ലത്. താലി കെട്ട്.
കെട്ടിയില്ലെങ്കിൽ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവില്ല. താലി കെട്ട്. താലി കെട്ടിക്കോളൂ സാർ. അങ്ങോട്ട് കെട്ട്. അങ്ങോട്ട് കെട്ടടാ. കെട്ട്. താലി കെട്ട് അങ്ങോട്ട്. കെട്ടാനാ പറഞ്ഞെ. കെട്ട്. ആ കെട്ട്. താലി കെട്ടാൻ. കെട്ടങ്ങോട്ട്. മോള് വേഗം കെട്ടടോ. കെട്ടങ്ങോട്ട്. ഓ, വേഗം കെട്ട്. താലി കെട്ടടോ അങ്ങോട്ട്. കെട്ടാനല്ലോ പറഞ്ഞത്. നോക്കിക്കൊണ്ട് നിൽക്കാതെ അങ്ങോട്ട് കെട്ടടോ. കെട്ടോ. കെട്ടോ അങ്ങോട്ട്. ആ അപ്പോ ഹാപ്പി മാരീഡ് ലൈഫ്. കുട്ടിക്ക് എന്തായാലും സന്തോഷമായി, സാറിന് സന്തോഷമായല്ലോ. അപ്പൊ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി ഇവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഹണിമൂൺ ചിലപ്പോ ഇവിടെ ആഘോഷിച്ചിട്ടായിരിക്കും ഇവര് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് പെണ്ണിനെ ആഘോഷമായിട്ട് മുറിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് പിരിയും. ചെല്ല് ചെല്ല് ചെല്ല്. വാ മോളെ. അങ്ങനെ ചെല്ല് ചെല്ല് ചെല്ല്. നന്ദസാറിന് ഇപ്പൊ എന്നെ മനസ്സിലായോ? ഒരു മഞ്ഞപ്പത്രക്കാരന്റെ വില. എന്നെ പോലൊരുത്ത മുന്നിൽ കയറുന്ന തകർന്നു പോകുന്ന സൽപ്പേരെ സാറിനുള്ളൂ. ഇപ്പൊ മാനം പോയല്ലേ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മാനല്ലേ പോയിട്ടുള്ളൂ, ജീവനുണ്ടല്ലോ. നമുക്ക് കാണാം, നമ്മൾ കാണും. ആയിക്കോട്ടെ, മോസ്റ്റ് വെൽക്കം. എന്നാ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം മാഡം. നമസ്കാരം മേഡം. താനാണല്ലേ ഇതിന്റെ ഒക്കെ നടത്തിപ്പുകാരൻ? അത് പിന്നെ മേഡത്തിന്റെ മോനും ബൽറാം സാറിന്റെ മോളുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് കേട്ടു. അങ്ങനെയുള്ള കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നതാണോ തന്റെ പണി? ഈ പ്രഭാവതി ഇത് കുറിച്ചിട്ടിട്ടുണ്ട്. എന്റെ മണ്ണി നിറകടോ. ആ ഞാൻ പോവാ മേഡം. അപ്പൊ ശരി, വരട്ടെ. മീര എവിടെ? അകത്ത മുറിയിലുണ്ട് മാഡം.
അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്ത് പറ്റി മുടി വെട്ടാൻ തോന്നിയേ? കുറെ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇന്നാ ഒഴിവ് കിട്ടിയത്. നന്നായി, ഇതാ നല്ലത്. വെട്ടിച്ചു കളയാൻ പറയണമെന്ന് പലപ്പോഴായി ഞാൻ വിചാരിച്ചതാ. പിന്നെന്താ നീ പറയാത്ത? ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും ഓർത്തിട്ടാ. ഇതെന്താ ഫോൺ കളിച്ചോണ്ടിരിക്കുക? കുക്കറി വ്ലോഗ്സ് കാണുമായിരുന്നു. ആ നന്നായി. ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കും. അയ്യടാ, എനിക്കേ അത്യാവശ്യം പാചകമൊക്കെ അറിയാം. ഇപ്പൊ എന്താ കുടിക്കാൻ വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. നമ്മുടെ എസ്റ്റേറ്റ് ഉടമ നന്ദ സാറും ബലരാമൻ സാറിന്റെ മകളുമായിട്ടുള്ള വിവാഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ വെച്ച് നടത്തിയാണ്. എല്ലാവരും ഈ നവദമ്പതികളെ അനുഗ്രഹിക്കണം. ഐശ്വര്യമായിട്ട് അങ്ങ് കെട്ടിക്കോ. മുരളീത, ഇതൊന്ന് നോക്കിയേ. എന്താടി ഇത് കണ്ടോ? ഇത് വലിയ ചതിയായി പോയല്ലോ മുരളീട്ട. നമ്മുടെ എസ്റ്റേറ്റ് ഉടമ നന്ദ സാറും ബലരാമൻ സാറിന്റെ മകളുമായിട്ടുള്ള വിവാഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ വെച്ച് നടത്തിയാണ്. എല്ലാവരും ഈ നവദമ്പതികളെ അനുഗ്രഹിക്കും. മുരളീട്ട, എന്താ ഉണ്ടായെന്ന് നീ ഇങ്ങോട്ട് വിസ്തരിച്ച് സത്യവാൻ ചമയാനെന്ന് നോക്കണ്ട. എടാ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാരും കാണുകയും അറിയൊക്കെ ചെയ്തു. എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ സംസാരം കേട്ടാ ഞാനിതൊക്കെ മനഃപൂർവ്വം ചെയ്ത പോലാണല്ലോ. നിന്നോട് ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? മീരയും കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങണമെന്നല്ലേ? എന്നിട്ട് നീ എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്? എടാ, ഞാൻ പിന്നെ ലേറ്റ് ആയില്ല. മീരയും കൊണ്ട് ഇറങ്ങുമ്പോഴാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിഞ്ഞത്. ഒരു മഞ്ഞ പത്രക്കാരൻ മനഃപൂർവ്വം ഇഷ്യൂസ് ഉണ്ടാക്കായിരുന്നു. നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണെന്ന് മനസ്സിലാക്കാനേ അധികം തല പുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനിത് അറിഞ്ഞോണ്ട് ചെയ്താണെന്നോ? അതെ, നീ പിന്നെ ഉരുണ്ട് കളിക്കാൻ നോക്കല്ലേ. നിനക്ക് എങ്ങനെയെങ്കിലും ദേവിക ഒഴിവാക്കണം. അതിനുവേണ്ടി നീ ഇപ്പോഴല്ല, നീ നേരത്തെ തുടങ്ങിയതാ. നേരത്തെ ഞാൻ എന്ത് ചെയ്തെന്നാ? ചന്ദ്രോത്ത് വെച്ച് നിന്റെ മുറിയിൽ മീര വന്ന് കിടന്നതും നിങ്ങൾ ഒരുമിച്ച് ആന്റിയും ചേച്ചിയും കണ്ടതൊക്കെ നിന്റെ ബുദ്ധിപൂർവമായ നീക്കങ്ങളായിരുന്നു. അന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം ബോധ്യമാവുന്നുണ്ട്. മുരളി, നിന്നോട് ഞാൻ എന്താ പറയേണ്ടത്? ഇവിടുത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവാത്തോണ്ടോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, നീ ഇനി ഒന്നും പറയണ്ട. നീ ചതിയന. എടാ, നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ആ പാവം പിടിച്ച പെണ്ണിനെ ചതിക്കാൻ? നിന്നോട് ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവത്തില്ല. ദേവിക നീ വിളിച്ചിരുന്നോ? എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ദേവി ഒരു തവണ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നിന്നെ വിളിച്ചിരുന്നോ? ദേവി ഇവരെ അറിഞ്ഞോ? എനിക്കൊന്നും അറിയില്ല. ആന്റി വിവരം അറിഞ്ഞോ? അമ്മ ഇവിടെ ഉണ്ട്. ആന്റി എങ്ങനെ അവിടെ വന്നു? മാനേജർ വിളിച്ചു പറഞ്ഞതാ. ഓ, അപ്പൊ അമ്മയുടെ ആശീർവാദത്തോടെ മോൻ മീരയുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടി. തിരക്കഥ ഗംഭീരമായിട്ടുണ്ട്.
എടാ നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരിക്കുന്നെന്ന് ഞാൻ കരുതിയില്ല. ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ അമ്മയും മോനും കൂടെ നാടകം അങ്ങ് ഗംഭീരമാക്കി ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇടാ മുരളി, നീ എന്തൊക്കെയാ പറയുന്നേ? ഇടാ നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. നീ ഇനി എന്റെ വീട്ടിലെ കാലി കുത്തിപ്പോരുത്. എന്റെ കൺമുന്നിൽ എങ്ങനെ നിന്നെ കണ്ട നീ ജീവനോടെ തിരിച്ചു പോകത്തില്ല. മുരളി, ഒന്ന് എണീക്കണോ, എണീക്കണോ, മാഡം വന്നിരിക്കുന്നു. അമ്മ വണക്കം അമ്മ. മീര ആരോടൊപ്പം ഇവിടെ വന്നേ? അത് മാഡം പിന്നെ ചോദിച്ചത് കേട്ടില്ലേ? മീര തനിച്ചാണോ ഇവിടെ വന്നതെന്ന്? അല്ല മാഡം, കൂടാരാ ഉണ്ടായിരുന്നേ? അത് ഫ്രണ്ട്സ്. മാഡം, ഇത് വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാര്യമില്ല. ആ തോമാച്ചൊരു ആധിപത്യം കാട്ടിയതാ. പക്ഷെ നമ്മളിത് അത്രയ്ക്ക് ബാധിക്കില്ലല്ലോ. നന്ദൻ സാറും മീര കൊച്ചും വിവാഹം കഴിക്കാൻ പോവില്ലേ? താൻ നന്ദന്റെ അടുത്തേക്ക് ചെല്ല്. ഓ ശരി മാഡം. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആണോ പെണ്ണോ? പൊണ്ണുങ്ക മാഡം. എത്ര പേര്? 3 പേര്. ഈ മാസത്തെ ശമ്പളം വാങ്ങി കറുപ്പന ഇവിടുന്ന് പോയിക്കോ. മാഡം, തനിക്കിനി ഇവിടെ ജോലിയില്ല. അയ്യോ മാഡം, 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 അയ്യോ അയ്യോ എൻ ജോലി പോச்சு. ഞാൻ என்ன பண்ணுவேன்? ഹലോ, സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് ഫ്ലാഷ് ആവുന്നുണ്ട്, കണ്ടിരുന്നോ? എന്ത് ചെയ്യാനാ, അങ്ങനൊക്കെ സംഭവിച്ചു പോയി. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് മൂന്നാമതൊരാളറിയാതെ മാനേജ് ചെയ്യാൻ അറിയില്ല. ആ കണ്ടീഷനിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ എല്ലാം കുഴപ്പത്തിലാക്കിയത്. ആ പത്രക്കാരൻ ആളൊരു പോയിസനാ. എന്നോടുള്ള വൈരോഗ്യം എളി തീർക്കുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചാ പോരെ? അതെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രഭ എവിടെയുണ്ട്? ഞാൻ എസ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. വന്നിറങ്ങുമ്പോ ഇവിടെ താലികെട്ട് നടക്കുകയായിരുന്നു. ആകെയുള്ളൊരു ആൺതിരിയ. അവന്റെ താലികെട്ട് ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വന്നു. മീര ഇപ്പോഴും നല്ല മയക്കത്തിലാ. ഇവിടെ ഫ്രിഡ്ജിലിരുന്ന ബീറോ മറ്റോ എടുത്ത് കുടിച്ചു നോക്കിയതാ. ശീലമില്ലല്ലോ, പെട്ടെന്ന് തലയ്ക്ക് പിടിച്ചു കാണും. കാര്യങ്ങൾ കൈവിട്ടു പോയി. ഉണ്ടായ നാണക്കേടിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ. നീ ഇപ്പൊ എത്രയും വേഗം കല്യാണം അങ്ങ് നടത്തിയേക്കണം. നീ ഇപ്പൊ അങ്ങനെയല്ലേ വേണ്ടേ? പ്രഭ എന്ത് പറയുന്നു? ഞാനും അത് തന്നെയാ ചിന്തിച്ചത്. എങ്കിലേ ആളുകളുടെ വായടപ്പിക്കാൻ പറ്റൂ. കല്യാണം ഒരു സംഭവമാക്കി അങ്ങ് നടത്തിയാൽ ഈ തീ അങ്ങ് കെട്ടടങ്ങിക്കോളും. അതിനുവേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ മൂവ് ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് നടത്തി അത്രയും നല്ലത്. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ രണ്ടുപേരുടെ സമ്മതത്തിനും അഭിപ്രായത്തിനൊന്നും കാത്തു നിൽക്കണ്ടല്ലോ. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് തിരിക്കും. നന്ദനെവിടെ? അടുത്തുണ്ടോ? ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ബലരാമനങ്കിള, പിടിക്ക. സംസാരിക്കുന്നെന്താ?
ഹലോ ആ നന്ദ, താൻ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് തന്നോട് യാതൊരു വിഷമവുമില്ല. അല്ല അങ്കിളെ, ഞാൻ ഒന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഒരു താലികെട്ട് ചടങ്ങ് മാത്രമല്ലേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ അങ്ങ് ആയി എന്നോർത്ത് വിഷമിക്കണ്ട. ആ പത്രക്കാരൻ തോമാച്ചൻ ആ റാസ്കളി ചെയ്ത പണിയല്ലേ? ആ അതെ. വരട്ടെ, അത് നമുക്ക് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാം. ഞാനെന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് വന്നിട്ട് കാണാം. ശരി അങ്കിളെ. ചെറിയൊരു നാറ്റക്കേസ്, സാരില്ല. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി. കല്യാണത്തിനുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഇതോടെ നീങ്ങിയെന്ന് തന്നെ പറയാം.